നമസ്കാരം. ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്ക് തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ച കോടതി അന്വേഷണ മികവിന് കേരള പോലീസിനെ അഭിനന്ദിക്കാനും മറന്നില്ല. ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. മാറിയ കാലത്തിനനുസരിച്ചുള്ള അതിസമർത്ഥമായ അന്വേഷണമാണ് നടന്നത്. കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയാണെന്ന് പ്രതി അറിഞ്ഞില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഷാരൂൺ വധക്കേസുമായി ബന്ധപ്പെട്ട സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയായിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം കടന്നുപോയത്. വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശമൊന്നും ഷാരൂണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവസാന നിമിഷം വരെ വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരൂൺ ഒന്നും പറയാതിരുന്നതും വലിയ വെല്ലുവിളിയായിരുന്നു. ഷാരൂണിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലായിരുന്നു. വെള്ളം പോലും ഇറക്കാനാവാത്ത അവസ്ഥയായി. ഇതോടെയാണ് കുടിച്ചത് വെറും കഷായമല്ലെന്ന സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത്. അപ്പോഴും ഷാരൂൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല. പക്ഷേ മരണ ദിവസം രാവിലെ ഷാരൂൺ ICUവിൽ വെച്ച് അച്ഛനോടുണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയായിരുന്നു. ഷാരൂണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോണ് എന്ത് കഷായമാണ് ഷാരൂണിന് കൊടുത്തതെന്ന് നിരവധി തവണ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം തെറ്റായ മരുന്നിന്റെ കുപ്പിയുടെ ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത് ഗ്രീഷ്മ ഷിമോണിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. കഷായം കുടിച്ചാൽ ഒരിക്കലും മരണത്തിലേക്ക് എത്തില്ലെന്ന് അറിയാവുന്ന ഷിമോണ് സംഭവത്തിൽ സംശയം തോന്നാനും കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടാനും ഗ്രീഷ്മയായുള്ള സംസാരവും മരുന്നുകളെക്കുറിച്ചുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും സഹായിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. സംഭവ ദിവസം ഷാരൂണിനെ ഗ്രീഷ്മയുടെ വീടിനടുത്ത് കൊണ്ടുവിട്ട റിജിന്റെ മൊഴിയും നിർണായകമായിരുന്നു. പച്ചനിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് ഷാരൂൺ പുറത്തു വരുന്നത് കണ്ടുവെന്നും അവശനായ ഷാരൂണിനെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് താനാണെന്നും റിജിൻ മൊഴി നൽകിയിരുന്നു. ഇതും കേസിൽ നിർണായകമായി. ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞതും പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് നയിച്ചു. ഇരുവരുടെയും ഫോണുകളിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും ചാറ്റുകളുമായി നിരവധി തെളിവുകളാണ് പോലീസിന് കിട്ടിയത്. ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധരുടെ അഭിപ്രായവും നടന്നത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു. അങ്ങനെ വെറും ഭക്ഷ്യവിഷബാധ എന്ന നിലയിൽ ഒതുങ്ങിപ്പോവേണ്ട കേസ് കൊലപാതക കേസായി മാറി. ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ വിധിയിൽ വളരെ സന്തോഷമുണ്ടെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന D. ശില്പ IPS പ്രതികരിച്ചത്. അന്വേഷണ സമയത്ത് നിരവധി പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ഗ്രീഷ്മ കേസ് വഴിതെറ്റിക്കാൻ പല തവണ ശ്രമിച്ചു. പക്ഷെ തെളിവ് ശേഖരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇതൊരു ടീമായി നടത്തിയ അന്വേഷണമാണ്. അമ്മാവന് 3 വർഷം മാത്രമാണ് തടവ് ശിക്ഷ വിധിച്ചത്. അത് അപ്പീൽ കൊടുക്കാൻ കഴിഞ്ഞാൽ കൊടുക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥ ശില്പ വ്യക്തമാക്കിയത്.